അത് കഴിഞ്ഞുപോയി. ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ജനിച്ചു വളർന്ന ഒരു ക്രിസ്തീയ വിശ്വാസത്തിലാണ്. എൻ്റെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളായിരുന്നു. എന്നാൽ ഈ വാക്യം ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് എൻ്റെ ജീവിതത്തിലെ പുതിയൊരു അധ്യായം, പുതിയൊരു അനുഭവം, ഇതിൻ്റെ ആഴങ്ങൾ ദർശിക്കുവാൻ എനിക്ക് ഇടയാക്കി. പലപ്പോഴും ഇത് വായിച്ചെങ്കിലും ഒരുവൻ ക്രിസ്തുവിലായാൽ എന്നുള്ളതിൻ്റെ അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ക്രിസ്ത്യാനികളായി ജനിച്ചു, ക്രിസ്ത്യാനികളായി ജീവിക്കുന്നു, ക്രിസ്തീയ ആചാര അനുഷ്ഠാനങ്ങൾ നിവർത്തിക്കുന്നു. അതിനപ്പുറമായി ക്രിസ്തുവിലാകുക എന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഈ അനുഭവത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അനേകരോട് ഇതിനെക്കുറിച്ച് പറയണമെന്ന് എൻ്റെ ഹൃദയം എന്നെ പ്രേരിപ്പിച്ചു. ഇനി എൻ്റെ പശ്ചാത്തലം ഞാനൊന്ന് പറയാം. എൻ്റെ പേര് അന്ന കണ്ടത്തിൽ. ഞാൻ തിരുവല്ല പുത്തൻപറമ്പിൽ കണ്ടത്തിൽ യശശരീരനായ കൊച്ചീപ്പൻ മാപ്പിളയുടെ ഇളയ മകൻ്റെ ഏക മകളായി ജനിച്ചു. എനിക്ക് 4 സഹോദരന്മാരുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദർ കൊച്ചീപ്പൻ മാപ്പിള മാത്രമേ കണ്ടത്തിൽ കുടുംബത്തിൽ നിന്ന്, അഥവാ പ്രശസ്തമായ കണ്ടത്തിൽ കുടുംബത്തിൽ നിന്ന് ഒരു മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുള്ളൂ. മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറിയിട്ട് വീണ്ടും മാർത്തോമ പള്ളി പണിയിക്കുകയും മാർത്തോമ സമുദായത്തിൻ്റെ ഉദ്ധാരണത്തിന് വളരെയധികം ചുമല് കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ. അങ്ങനെ എൻ്റെ ഗ്രാൻഡ് ഫാദർ, അതായത് എൻ്റെ പിതാമഹൻ പണിയിച്ച മാർത്തോമ പള്ളിയിൽ പോകുന്ന ഒരു ഓർമ്മ മാത്രമേ എൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് എനിക്കുള്ളൂ. വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിച്ച് ഞാനും എൻ്റെ ഭർത്താവും ആഫ്രിക്കയുടെ പ്രദേശങ്ങളിലേക്ക് പോയി. ആഫ്രിക്കയിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം ഞാനൊരു ബിസിനസ് ആരംഭിക്കുകയും ഒരു ബിസിനസ്സുകാരിയായി അറിയപ്പെടുകയും ചെയ്തു. എന്നാൽ ഞാൻ ആഫ്രിക്കയിലായിരുന്ന ഏകദേശം 18, 20, 22 വർഷ കാലയളവിൽ എൻ്റെ കുടുംബത്തിൽ തുടർച്ചയായി ഉണ്ടായിരുന്ന ദുരന്തങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ചും എന്തുകൊണ്ടിങ്ങനെ വരുന്നു എന്നുള്ളതിനെക്കുറിച്ചും ചിന്തിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചു. നാട്ടിൽ മടങ്ങി വന്നതിന് ശേഷം എൻ്റെ കുടുംബത്തിൽ തുടർച്ചയായി ഉണ്ടായ തളർച്ച, ഭ്രാന്ത്, മദ്യപാനം, അകാല മൃത്യു, ഇതിനെക്കുറിച്ചും ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അന്വേഷിക്കുവാൻ ഞാൻ മുന്നിട്ടിറങ്ങി. സാധാരണ ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീ ചെയ്യാത്ത പല കാര്യങ്ങളും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഞാൻ ചെയ്തു. 1983 ഞാൻ കേരളത്തിലേക്ക് മടങ്ങിയെത്തി. എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ഞാൻ ആഫ്രിക്കയിൽ നിന്ന് മടങ്ങി വന്നത്. ഞാൻ ബിസിനസ് തുടങ്ങുകയും അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തിൽ അന്ന് അരങ്ങേറിയിരുന്ന ഒരു ദുരന്ത നാടകം അല്ലെങ്കിൽ ദുരന്തത്തിൻ്റെ ഘോഷയാത്ര കണ്ട് പകച്ച ഞാൻ ക്രിസ്തുവിനെയും ക്രിസ്തീയ വിശ്വാസത്തെയും, അഥവാ എൻ്റെ കുടുംബത്തിനെ ദുരന്തങ്ങളിൽ നിന്ന് വിടുവിക്കാൻ കഴിയാത്ത വിശ്വാസങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഇതര മാർഗത്തിലൂടെ ഞാൻ ദീർഘദൂരം നടന്നു. ഞാൻ എൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ആദ്യം ചെയ്തത് പൂഞ്ഞാർ ഉള്ള മിത്രൻ നമ്പൂതിരിപ്പാടിൻ്റെ അടുത്ത് ചെന്ന് മന്ത്ര ഉപദേശമെടുത്ത്, അതായത് 30 മുക്കോടി ദൈവങ്ങൾ, അവരുടെ 30 മുക്കോടി മന്ത്രങ്ങളുടെ മൂലമന്ത്രമായ ശ്രീവിദ്യാ മന്ത്രം ഉപാസിച്ചു. ഞാൻ മൂകാംബികയിൽ എല്ലാ വർഷവും പോവുകയും ക്ഷേത്രപ്രവേശനം നടത്തി എല്ലാ ക്ഷേത്രങ്ങളിൽ പോവുകയും ഹിന്ദുമതം അനുശാസിക്കുന്നത് പോലെ പരിഹാര കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു. 11 വർഷത്തോളം ഞാൻ എല്ലാ വർഷവും മൂകാംബികയിൽ പോവുകയും രാവിലെ 2:30 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കത്തിച്ച് ഒരു 6 മണി വരെ ആ മന്ത്രം ഉരുവിടുകയും ചെയ്യുമായിരുന്നു. അക്ഷരലക്ഷം ഉരുവിട്ടാൽ ഉപദേശിക്കാമെന്ന് പറയുന്നിടത്ത് എനിക്ക് തോന്നുന്നു ഞാൻ അനേക ലക്ഷം പ്രാവശ്യം അത് ഉരുവിട്ടിട്ടുണ്ട്. എന്നാൽ ഈ പരിഹാര കർമ്മങ്ങൾക്കോ ഞാൻ ഉരുവിട്ട മന്ത്രങ്ങൾക്കോ എൻ്റെ കുടുംബത്തിനെ അതിൻ്റെ ദുരന്തങ്ങളിൽ നിന്ന് വിടുവിക്കാനായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അവതാരം പുട്ടപ്പർത്തിയിലുണ്ട്, സായിബാബ എന്ന് കേട്ടിട്ട് ഞാൻ അവതാരത്തെ കാണുവാനായി പുറപ്പെട്ടു. 11 വർഷക്കാലത്തോളം സായിബാബയുടെ അടുത്ത് പോകുകയും അദ്ദേഹം ഒരു അവതാരമാണെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തണമെന്ന് പ്രാർത്ഥിക്കുകയും സായിബാബയുടെ ഒരു ഡിവോട്ടിയായിട്ട് സായി മന്ത്രങ്ങൾ ചൊല്ലി ജീവിക്കുകയും ചെയ്തു. എന്നാൽ അതിനും എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ പിതൃഭവനത്തിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ കഴിഞ്ഞില്ല. ദുരന്തങ്ങൾ എന്ന് ഞാൻ ആവർത്തിച്ച് പറയുമ്പോൾ സാധാരണ സംഭവങ്ങളല്ല എൻ്റെ കുടുംബത്തിൽ അരങ്ങേറിയത്. എൻ്റെ പിതാവിന് 5 സഹോദരിമാരും
അവർ പുരുഷന്മാർ 4 പേരുമുണ്ടായിരുന്നു. എൻ്റെ പിതാവിൻ്റെ മൂത്ത സഹോദരി അന്നത്തെ കാലത്ത് യാഥാസ്ഥിതിക ക്രിസ്തീയ കുടുംബത്തിൽ യാഥാസ്ഥിതിക കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ BALT പാസ്സായ ആ സ്ത്രീയുടെ ഏക മകൾ BALT കഴിഞ്ഞ് IAS പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുമ്പോൾ അഹിതമായ എന്തോ ഒരു വാർത്ത കേട്ടൊന്ന് ഞെട്ടിയതാണ്. ആ പെൺകുട്ടിയുടെ സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ട് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വന്നു. അത് ആദ്യത്തെ സംഭവം. ഞങ്ങൾക്കെല്ലാം അത് വലിയൊരു ഷോക്കായിരുന്നു. അതിനുശേഷം എൻ്റെ പിതാവിൻ്റെ രണ്ടാമത്തെ സഹോദരി ഏകദേശം 18 സംവത്സരം ദീർഘസംവത്സരങ്ങൾ സിംഗപ്പൂരിൻ്റെ പ്രദേശങ്ങളിൽ ജീവിച്ചിട്ട് മടങ്ങി വരുമ്പോൾ അവരുടെ ഭർത്താവിൻ്റെ സുബോധം നഷ്ടപ്പെട്ടിരുന്നു. ഏക മകനുമായി ഞങ്ങളുടെ നാട്ടിൽ വന്ന് ജീവിക്കാൻ തീരുമാനിച്ച അവരുടെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൻ്റെ സുഹൃത്ത് ആത്മഹത്യ ചെയ്തത് കാണാൻ പോയിട്ട് മടങ്ങി വരുന്നത് മാനസിക നില തെറ്റിയിട്ടാണ്. അത് രണ്ടാമത്തെ സംഭവം. കുടുംബത്തിൽ തന്നെ മൂന്നാമത്തെ സഹോദരി ഏകദേശം 20 വർഷക്കാലം ഒറീസയുടെ പ്രദേശങ്ങളിൽ സദേൺ റെയിൽവേ സ്കൂളിൽ ഹെഡ് മിസ്ട്രസ്സായി ജോലി ചെയ്യുകയും പരശതൻ ചെറുപ്പക്കാരെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി ജോലി വാങ്ങി കൊടുക്കുകയും ചെയ്ത ആ സ്ത്രീയുടെ ഏക മകൻ സാരാഭായി കെമിക്കൽസിൽ ഉന്നത ഉദ്യോഗം വഹിച്ചുകൊണ്ടിരിക്കെ ഒരു ദിവസം വൈകുന്നേരം ഒരു സിനിമ കാണാൻ പോയി മടങ്ങി വരുമ്പോൾ തലേ ദിവസം ബന്ധായിരുന്നത് കൊണ്ട് റോഡിൽ ഉരുട്ടി വെച്ച ഒരു കല്ലിൽ അവൻ്റെ ബൈക്ക് തട്ടി ചെറുതായി ഒന്നും മറിഞ്ഞു. വലിയ അപകടമൊന്നും സംഭവിച്ചില്ല. മേൽച്ചുടിയിൽ ഒരു ചെറിയ മുറിവ് മാത്രം ഉണ്ടായിരുന്നു. ബൈക്ക് ഓടിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോയ അവൻ ഉറങ്ങാൻ കിടന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്നത് തലമുടി വലിച്ചു പറിച്ച് ഷർട്ട് വലിച്ച് കീറിക്കൊണ്ടാണ്. ഡോക്ടേഴ്സിനോട് വിളിച്ചു ചോദിച്ചപ്പോൾ കട്ടാക്ക് മെഡിക്കൽ കോളേജിലേക്ക് റഷ് ചെയ്തുള്ളൂ, അവൻ്റെ ബ്രെയിനിനകത്ത് ബ്ലീഡിംഗ് ഉണ്ടായി എന്ന് പറഞ്ഞു. കട്ടാക്ക് മെഡിക്കൽ കോളേജിലേക്ക് റഷ് ചെയ്തുവെങ്കിൽ അവിടെ ശസ്ത്രക്രിയ ഉടൻ തന്നെ ഒരു ബ്രെയിൻ സർജറി അവനെ വിധേയനാക്കിയെങ്കിലും ആ സർജറിക്ക് ശേഷം 8 ദീർഘമാസങ്ങൾ ഈ ചെറുപ്പക്കാരൻ സുബോധമില്ലാതെ കിടന്നു. സുബോധം വന്നപ്പോഴേക്കും അവൻ്റെ മോണ വളർന്ന് പല്ലുകളെ മൂടിപ്പോയിരുന്നു. മാത്രമല്ല ശരീരത്തിൻ്റെ ചലനശേഷി മുഴുവൻ നഷ്ടപ്പെട്ടിരുന്നു. 25 ദീർഘവർഷങ്ങൾ ആ ചെറുപ്പക്കാരൻ ഒരു വീൽ ചെയറിനെ അഭയം പ്രാപിച്ചു. മാത്രമല്ല അന്ന് 23 വയസ്സ് മാത്രം പ്രായമുള്ള അവൻ്റെ ഭാര്യ, മൂത്ത കുഞ്ഞിന് 1.5 വയസ്സും രണ്ടാമത്തെ കുട്ടി 6 മാസവും ഗർഭിണിയുമായിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഭർത്താവ് ജീവിച്ചിരിക്കെ അവൾ വിധവയായി. അടുത്ത ഊഴം ഞങ്ങളുടെ കുടുംബത്തിലേതായിരുന്നു. എൻ്റെ മൂത്ത സഹോദരൻ, അതായത് എൻ്റെ അമ്മ പ്രസവിച്ച് എൻ്റെ സഹോദരൻ്റെ ഭാര്യ, അദ്ദേഹത്തിന് 34 വയസ്സും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് 32 വയസ്സുമുള്ളപ്പോൾ ഒരു ട്യൂബർക്കുലോസിസ് മെനഞ്ചൈറ്റിസ് എന്ന രോഗം വന്നു. ഒരു തലവേദന മാത്രം കണ്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണ്. ചെന്ന് 15 മിനിറ്റിനകം അവരുടെ വലത് കരം തളർന്നു. അടുത്ത 15 മിനിറ്റിനകം വലതുകാൽ തളർന്നു. പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റഷ് ചെയ്തു. 40 മിനിറ്റിനകം കോട്ടയം മെഡിക്കൽ കോളേജിൽ അവരെ എത്തിച്ചുവെങ്കിലും അവിടെ ചെല്ലുമ്പോഴേക്ക് ഇടതുകരം മാത്രം ചലിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും അവരുടെ ശരീരം തളർന്നു പോയിരുന്നു. ദീർഘമായ 16 വർഷവും 3 മാസവും കണ്ണുപോലും കാണാതെ ആ സ്ത്രീ കിടക്കയെ അഭയം പ്രാപിച്ചു. ഇതൊക്കെ ഞങ്ങൾക്ക് താങ്ങാവുന്നതിൽ അധികമായിരുന്നു. എൻ്റെ സഹോദരന്മാരൊക്കെ പൂർണ്ണസമയ മദ്യപാനികളായി. എൻ്റെ പിതാവിൻ്റെ സഹോദരപുത്രനായി ഇടുക്കള മാപ്പിള റാന്നി MLA ആയി LDFിൻ്റെ കാൻഡിഡേറ്റായി മത്സരിച്ച ഇടുക്കള മാപ്പിള 38 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഒരു കോർണർ മീറ്റിങ്ങിൽ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ കമ്മ്യൂണിസവും മാർക്സിസവും നിലവിൽ വന്നാൽ ജനത്തിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുമെന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന അതേ വേദിയിൽ തന്നെ ഹൃദയാഘാതം മൂലം കുഴഞ്ഞു വീണു മരിച്ചു. 32 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടി വിധവയായി. ഒരേ ഒരു മകൻ, 4 വയസ്സുള്ള കുഞ്ഞ്, അവൻ്റെ പിതാവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മകൾ പടിയിറങ്ങുന്നതിന് മുൻപ് റോഡ് മുറിച്ച് കടക്കുമ്പോൾ ചീറിപ്പാഞ്ഞു വന്ന ഒരു ടെമ്പോ അവനെ തട്ടി ആ റോഡിൽ വീണ് ആ കുഞ്ഞ് തൽക്ഷണം മൃതിയടഞ്ഞു. ഭർത്താവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മകൾ തീരുന്നതിന് മുൻപേ തൻ്റെ ഏക മകൻ്റെ
ആ ശവശരീരത്തിൽ കിടന്ന് അലറിക്കരയുന്ന ആ പെൺകുട്ടിയുടെ ഓർമ്മ എൻ്റെ മനസ്സിൽ നിന്ന് ഇന്നും മാഞ്ഞിട്ടില്ല. ഇതൊക്കെ എൻ്റെ മനസ്സിന് താങ്ങാവുന്നതിന് അധികമായിരുന്നു. രക്ഷിക്കാൻ, വിടുവിക്കാൻ കഴിയുന്ന ഒരു യേശുവിനെയാണ് എൻ്റെ കുടുംബം സേവിച്ചതെങ്കിൽ എന്തുകൊണ്ട് യേശു എൻ്റെ കുടുംബത്തെ രക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, തുടർച്ചയായി ശിക്ഷിക്കുന്നത് എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. ഞങ്ങളെ രക്ഷിക്കാൻ വയ്യാത്ത, ഞങ്ങളെ വിടുവിക്കാൻ വയ്യാത്ത ഒരു യേശുവിനെ സ്നേഹിക്കുവാനോ സേവിക്കുവാനോ എൻ്റെ മനസ്സ് തയ്യാറായില്ല. അന്ന് ഏകദേശം 18 വർഷങ്ങൾക്ക് മുൻപെന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ വളരെ യൗവനമായിരുന്നപ്പോൾ അത് ഉപേക്ഷിച്ച് കളയാൻ എനിക്ക് തൻ്റെ ഇടം തോന്നി. ഇന്ന് അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള ആ നടപ്പിൽ നിന്ന് വാസ്തവമായും കുഞ്ഞാടിൻ്റെ നിഷ്കളങ്കവും നിർദോഷവുമായ രക്തം ഒന്ന് മാത്രമേ ഒരു വ്യക്തിയെ വീണ്ടെടുക്കുന്നുള്ളൂ എന്ന് എനിക്ക് വ്യക്തമായും പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ, അനുഭവിക്കുവാൻ കഴിഞ്ഞു. എൻ്റെ മാതാപിതാക്കന്മാർ, എൻ്റെ ന്മാരൊക്കെ ക്രിസ്ത്യാനികളായിരുന്നുവെങ്കിലും അവർ നാമധേയ ക്രിസ്ത്യാനികളെ ആയിരുന്നുള്ളൂ. കർത്താവിന് മക്കളെ ഉള്ളൂ, കൊച്ചുമക്കളില്ല. പ്രസവിച്ച് പെരുകുന്ന ഒരു വർഗമല്ല ക്രിസ്ത്യാനികൾ. ഒരുവൻ ക്രിസ്തുവിനെ വാസ്തവമായി തൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് അവൻ ക്രിസ്ത്യാനിയാകുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ 1:12 പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഏദനിൽ നഷ്ടപ്പെട്ടു പോയ അധികാരം വീണ്ടെടുക്കണമെങ്കിൽ നമ്മുടെ പാപത്തിന് പകരമായി പ്രായശ്ചിത്തമായി വന്ന് കാൽവറിയിൽ യാഗമായി തീർന്ന ക്രിസ്തുവിനെ വ്യക്തിപരമായി ഒരാൾ ഹൃദയത്തിൽ സ്വീകരിച്ചേ മതിയാകുകയുള്ളൂ. നാമധേയ ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ 3 മാസം മാത്രം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞിനെ ദേവാലയത്തിൽ കൊണ്ടുപോയി അവൻ്റെ കയ്യിൽ മറ്റൊരുവൻ പിടിച്ചുകൊണ്ട് ഒരു കള്ളസാക്ഷ്യം പറഞ്ഞ് ഞാൻ സാത്താനെ ഉപേക്ഷിച്ചു, ക്രിസ്തുവിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ക്രിസ്തു നിന്റെ ഉള്ളത്തിൽ വരികയോ സാത്താൻ നിന്നെ വിട്ടുപോവുകയോ ചെയ്യുകയില്ല. ബോധപൂർവം ഒരുവന്റെ ജീവിതത്തിലെ പരാജയങ്ങൾ കാണുമ്പോൾ, തിക്തമായ അനുഭവങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ട് ഇതെൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് നാം അന്വേഷിക്കുമ്പോൾ, കാരണം നമുക്ക് പകരമായി യാഗമായി തീർന്ന് പാപത്തിന് പകരമായി, ശാപത്തിന് പകരമായി, ദാരിദ്ര്യത്തിന് പകരമായി, രോഗത്തിന് പകരമായി കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുകയും നമ്മുടെ പാപ സ്വഭാവം ഉപേക്ഷിക്കുകയും ചെയ്ത് വീണ്ടും ജനിക്കുക അഥവാ ബോൺ അഗെയിൻ എന്ന അനുഭവത്തിലേക്ക് വരാതെ നിന്റെ ദാരിദ്ര്യത്തിനോ ദുഃഖത്തിനോ ശാപത്തിനോ രോഗത്തിനോ വിടുതൽ ഉണ്ടാവുകയില്ല. ഞങ്ങളൊക്കെ പള്ളിയിൽ പോകുമായിരുന്നു. ക്രിസ്തുമസും ഈസ്റ്ററും ഒക്കെ നന്നായി ആഘോഷിക്കുമായിരുന്നു. നാമധേയ ക്രിസ്ത്യാനിത്വം ധരിച്ചുകൊണ്ട് എല്ലാ ക്രിസ്തുമസിനും എല്ലാ ഉയർപ്പ് ഞായറാഴ്ച ഈസ്റ്ററിനും ഏറ്റവും മേൽത്തരമായ വിസ്കിയും ഏറ്റവും മേൽത്തരമായ ഭക്ഷണവും വെടിക്കെട്ടും പടക്കവും കൊണ്ട് ഞങ്ങൾ അത് ആഘോഷിക്കുമ്പോൾ ക്രിസ്തു എന്തിന് ലോകത്തിൽ വന്നു എന്നോ ക്രിസ്തു എന്തിന് കാൽവറിയിൽ യാഗമായി തീർന്നു എന്നോ ഞങ്ങൾക്കാർക്കും അറിഞ്ഞുകൂടായിരുന്നു. വചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിച്ചപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുക, പാപ സ്വഭാവം വിട്ടൊഴിയുക, പാപസംബന്ധമായി മരിച്ച ശരീരത്തെ ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ മുതിർന്ന സ്നാനം അഥവാ വിശ്വാസ സ്നാനം സ്വീകരിക്കുക. വിശ്വാസ സ്നാനം എന്ന് പറഞ്ഞാൽ ക്രിസ്തു നിന്റെ പാപത്തിന് പകരമായി മരിച്ചു, നിന്റെ ശാപത്തിന് പകരമായി മരിച്ചു, നിന്റെ രോഗത്തിന് നിന്റെ അതിക്രമത്തിന് പകരമായി മരിച്ച് അവൻ അത് ഏറ്റെടുക്കുക മാത്രമല്ല അതിൻ്റെ ശിക്ഷ അവൻ്റെ മേലായി, നിന്റെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അങ്ങനെയെങ്കിൽ എനിക്ക് പകരമായി മരിച്ചവനെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും എനിക്ക് പകരമായി മരിച്ചവനോടുകൂടെ ഞാനും മരിച്ച് അടക്കപ്പെടുകയും ചെയ്യുന്നു. അതാണ് വിശ്വാസ സ്നാനം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് മാർക്കോസ് 16:16 വ്യക്തമായി പറയുന്നു. എന്നാൽ ഈ വചനം ഒന്നും പഠിപ്പിക്കാതെ വെറും അച്ചടി ഭാഷയിൽ പ്രിന്റ് ചെയ്ത പുസ്തകത്തിൽ നോക്കി വാക്യപ്രതി വാക്യമായി കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് കുറിയാലായ്സൻ പറയുന്നിടത്ത് 3 പ്രാവശ്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന മാർഗമല്ല ക്രിസ്തുവിൻ്റെ മാർഗം.
ഇത് മനസ്സിലായപ്പോഴാണ് ആ വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പിനെ ഉപേക്ഷിച്ചിട്ട് പാപമേറ്റു പറഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിച്ച് എനിക്ക് പകരം മരിച്ച ക്രിസ്തുവിനോട് ചേരുവാൻ എൻ്റെ പിതൃഭവനത്തിൻ്റെ മുൻപിലുള്ള മണിമലയാറ്റിൽ 1998 സെപ്റ്റംബർ 5 വിശ്വാസ സ്നാനമേറ്റ് വാസ്തവമായി ഞാൻ ക്രിസ്തുവിലായി. നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2:38 പറയുന്നതനുസരിച്ച് മാനസാന്തരപ്പെടുന്നവനുള്ള വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ